ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പത്തിരിയും ചിക്കൻ കറിയാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറക്കാത്ത പച്ചരിപ്പൊടിയാണ്. അതിന് ഞാൻ 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ 2 ഗ്ലാസ് പച്ചരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. മെഷർമെൻറ്റ് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു പൊടി നന്നായിട്ട് പതുക്കെ ഇളക്കി കൊടുക്കും കൂടെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചു പോവും. അപ്പം വറുത്ത പൊടിയാണെങ്കിൽ 4 ഗ്ലാസ് വേണ്ട, 3.5 ഗ്ലാസ് വെള്ളം എടുത്താൽ മതിയാകും. അപ്പോൾ ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ഇത് അടച്ച് വെക്കണം. അടച്ച് ഏകദേശം നമുക്ക് അത് കുഴച്ചെടുക്കുന്ന പാകമാകുന്നത് വരെ അങ്ങനെ തന്നെ മൂടി വെക്കണം. നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടിൽ ആയതിനു ശേഷം മാത്രമേ നമ്മളിത് എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ മാവ് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ആ ഒരു ഡോ കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് പത്തിരി കിട്ടും. അപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ ഒരു കുഴച്ചെടുത്തത് മാറ്റി എടുത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പത്തിരി പരത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ കുഴയ്ക്കുമ്പോൾ കുറച്ച് കയ്യിൽ ഒട്ടുന്ന പോലെ ഉണ്ടെങ്കിൽ കുറച്ച് പൊടി കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആയിട്ടിത് ഉരുട്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ പൊടി കൂട്ടിയിട്ട് ചപ്പാത്തി കോല് കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ചിലർ പ്രസ്സിലും ചെയ്യാറുണ്ട്. അത് ഈസിയാണെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ നമ്മൾ സാധാരണ ചപ്പാത്തി കോല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ചില ആൾക്കാർക്ക് ഈ മാവ് ഈ ഒരു നമ്മൾ പരത്തുന്ന ആ ഒരു സ്ഥലത്ത് ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ കോലിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ പറ്റാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് പൊട്ടിപ്പോകാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ശരിക്കും ആ മാവ് വേകാത്തത് കൊണ്ടാണ് അങ്ങനെ പൊട്ടിപ്പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് വെള്ളം കുറച്ചതിനകത്ത് മാവിൽ കുറവാണെങ്കിലും അത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കിങ്ങനെ പത്തിരി കുറച്ച് പരത്തിയിട്ട് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വെച്ചിട്ട് ഒരു 2-3-4 എണ്ണം ആകുമ്പോൾ നമ്മൾ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള പത്തിരിയും കൂടി ഇങ്ങനെ പരത്തിയെടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ തവ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് പത്തിരി ഇട്ട് കൊടുക്കാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുറിഞ്ഞു പോകും. ആകെ നമ്മൾ പത്തിരി ചുടുമ്പോൾ 3 പ്രാവശ്യം തിരിച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചിടുള്ളൂ കേട്ടോ. കൂടുതൽ പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ പത്തിരി പൊന്തി വരില്ല.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് സോഫ്റ്റ് പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് വെക്കാൻ വേണ്ടി മറക്കരുത്. കൂടെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പം മറ്റൊരു വീഡിയോയിലേക്കൂടെ വീണ്ടും കാണാം. താങ്ക്